ഈ കോക്കനട്ട് റൈസ് എന്നൊക്കെ പറഞ്ഞാലേ ഭയങ്കര ടേസ്റ്റാട്ടോ. അത് കൂട്ടി കഴിക്കാനൊരു ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്, അത് അതിനെക്കാട്ടിലും ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്നും ഒരേമാതിരി ചോറ് കഴിക്കേണ്ട ഇടയ്ക്ക് കോക്കനട്ട് റൈസ്, ലൈം റൈസ്, ടാമറിൻ റൈസ് ഒക്കെ ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. കോക്കനട്ട് റൈസ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം ഞാൻ കുറച്ച് വാട്ട് യു കോൾ ജീര റൈസ് അതിനെ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാനിതിൽ പാനിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്, നല്ല ഫ്ലേവർ കൊടുക്കും. അപ്പോൾ ഈ കോക്കനട്ട് റൈസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിൽ ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് അതനുസരിച്ചിട്ടാണ് നമുക്ക് അതിൻ്റെ ടേസ്റ്റും കിട്ടുക കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഇത് ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാഷ്യൂ വറുക്കാൻ പോകും. ഈ കാഷ്യൂ ഞാൻ എല്ലാം ഒരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. അതിനെല്ലാം ഞാനൊന്ന് ക്രഷ് ചെയ്യുന്നുണ്ട്. ക്രഷ് ചെയ്യാന്ന് പറയുന്നത് ചെറിയ ചെറിയ പീസായിട്ട് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അതിനെ ഫുള്ളായിട്ട് ഇട്ടിരിക്കുകയല്ല, ഓരോന്നിനും 2-3 കഷ്ണമായിട്ട് ഞാനതിനെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് ആഡ് ചെയ്തിരിക്കുന്നത്. സം പീനട്സ്, ഇത് രണ്ടും ഈ പീനട്സ് വറുത്തതായതുകൊണ്ടാണ് ഞാനത് ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്യാതിരുന്നത്. ഒരു പ്രാവശ്യം അത് വറുത്ത കടലയാണ്, വറുക്കാത്തതല്ല. അപ്പോൾ ഈ അണ്ടിപ്പരിപ്പിട്ടാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനെ എന്താ ചെയ്യാൻ പോകണം, ഇതിനെ വറുത്തിട്ട് ഞാനൊന്ന് മാറ്റി വയ്ക്കാൻ പോകണം. ഇപ്പോൾ എൻ്റെ അണ്ടിപ്പരിപ്പ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയിട്ടുണ്ട്. സോ ഞാനതിനെ മാറ്റി വയ്ക്കാൻ പോകണം കേട്ടോ. ഇപ്പം ഞാനിതിലേക്ക് കടുക്, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ക്യുമിൻ, ജീരകം, ഇത് രണ്ടും ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ ബാക്കി എല്ലാ സാധനവും ആഡ് ചെയ്യാം. രണ്ടും പൊട്ടി ഇതിലേക്ക് ഞാൻ റെഡ് ചില്ലി ഒരു 2 എണ്ണം ആഡ് ചെയ്യണം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില. പിന്നെ ആഡ് ചെയ്യാൻ പോകുന്നത് എന്താ അറിയോ, ഉഴുന്നുപരിപ്പ്, കുറച്ച് കടലപ്പരിപ്പ്. ഇതെല്ലാം ഞാനിതിലേക്ക് ആഡ് ചെയ്യണം. ഇതെല്ലാം ഒന്ന് നന്നായി കൊടുത്തു വരട്ടെ. ഇപ്പം ഞാൻ 1 കപ്പ് ഓഫ് റൈസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പം ഞാനിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഏകദേശം തേങ്ങ ആഡ് ചെയ്യുന്നതിലേക്ക് ഇതൊന്ന് സോൾട്ടാവുന്ന സമയത്ത് ഞാനിതിലേക്ക് സോൾട്ട് ആഡ് ചെയ്യണം കേട്ടോ. സോൾട്ട് ഞാൻ ചോറ് വേവിക്കുമ്പോൾ സോൾട്ടൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഞാനിതിലേക്ക് സോൾട്ട് 1 ടീസ്പൂണും ഒരു 1.5 ടീസ്പൂൺ ഇടുകയാണ് കേട്ടോ. ഇതൊന്ന് നന്നായി സോൾട്ടായി വരുന്ന സമയത്ത് ഞാനെൻ്റെ റൈസ് ആഡ് ചെയ്യാൻ പോകണം. കണ്ടോളൂ, ഈ റൈസ് ഓവർ കുക്കറല്ല, വളരെ നന്നായി കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിലേക്ക് ലേശം കൂടി ഗീ ആഡ് ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ ലേശം ഒരു ടീസ്പൂൺ ഞാനിതിലേക്ക് നെയ്യ് ആഡ് ചെയ്തു കേട്ടോ. നൗ ദ ഫൈനൽ സ്റ്റേജ്. ഇനിയാണ് നമ്മൾ വറുത്ത് വെച്ച സാധനം ആഡ് ചെയ്യുന്നത്. അതാണ് ഈ നിലക്കടല ഉള്ളിലേക്ക്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മല്ലിയില ആഡ് ചെയ്യാം. ഞാൻ മല്ലിയില ആഡ് ചെയ്യുന്നില്ല, എന്താ വെച്ചാൽ മല്ലിയിലയുടെ സ്മെല്ല് തേങ്ങാച്ചോറിന് പോയി. അപ്പോൾ ഇത് ടേസ്റ്റ് ഡിഫറെൻറ്റ്. ഇപ്പോൾ ഈ ലൈം റൈസ് ഉണ്ടാക്കണം വെച്ചാൽ ഇത് കുഴപ്പമില്ല. സോ നൗ മൈ റൈസ് ഇസ് റെഡി. വളരെ ടേസ്റ്റാണ്. കോക്കനട്ടൊക്കെ അവരവരനുസരിച്ച് ആഡ് ചെയ്യാം. ഇത് വളരെ പാകമാണ് കേട്ടോ. ഞാൻ 1 കപ്പ് റൈസിന് ഞാൻ 1 കപ്പ് ഓഫ് കോക്കനട്ട് ആഡ് ചെയ്തിട്ടുണ്ട്.
ഓക്കെ. അപ്പോൾ ഞാൻ ഇതിനെ എൻ്റെ പാനിലേക്ക് ആക്കട്ടെ. അപ്പോൾ ഈ കോക്കനട്ട് റൈസിൻ്റെ കൂടെ കഴിക്കാൻ ഒരു ടൊമാറ്റോ പച്ചടി എന്ന് പറയാം, ടൊമാറ്റോ ചട്നി, വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഇത് കഴിക്കാൻ. ഇത് കാഷ്യൂ നിലക്കടലയൊക്കെ ഇട്ട് അരച്ചതാണ്, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ രണ്ടും കണ്ടിട്ട് എൻ്റെ അടുത്ത് എൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു.